അവിടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ പരിശോധിക്കുന്നുണ്ട്. ഇതില് ക്യാമ്പുകൾ വളരെ പ്രധാനമാണ്. ഇവിടെയുള്ള 8 ക്യാമ്പുകൾ, 8 ക്യാമ്പുകളിൽ വലിയൊരു നമ്പർ ആളുകളുണ്ട്. അവരൊക്കെ മാനസികമായി വലിയ പ്രയാസത്തിലാണ്. അപ്പൊ ക്യാമ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നേരത്തെ അവിടെ ചൂരൽമലയിൽ അവിടെ ചെയ്തതുപോലെ തന്നെ ഓരോ ഉദ്യോഗസ്ഥർക്കും വ്യക്തിപരമായ ചുമതല നിർവഹിക്കാനുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ മെഡിക്കൽ ടീമിന്റെ കാര്യം പരിശോധിക്കാൻ ഒരു പ്രത്യേക സംവിധാനം, ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക സംവിധാനം, ആർക്ക് വേണമെങ്കിലും ഇവിടെയുള്ളവരെ കുറിച്ചുള്ള വിവരം അറിയാൻ വേണ്ടി പരിശോധിക്കാനുള്ള മറ്റൊരു സംവിധാനം, കൺട്രോൾ റൂം സംവിധാനം. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരുപാട് തൊഴിലാളികളുണ്ട്, മറ്റുള്ളവരുണ്ട്, അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഭാഷ, ഹിന്ദി ഭാഷ അറിയുന്നവരെ പ്രത്യേകം ചുമതലപ്പെടുത്തി. ഇങ്ങനെ ഞങ്ങൾ ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്. 9 മന്ത്രിമാർ ഇവിടെയുണ്ട്. ഇതിൽ 5 മന്ത്രിമാരൊരു ടീമായി സംഭവ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളിപ്പോൾ ക്യാമ്പിലേക്ക് വരുമ്പോൾ അവരവിടേക്ക് പോയി. ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ പോകുമ്പോൾ അവരിവിടെ ക്യാമ്പുകളിലും വരുന്നൊരു സ്ഥിതി, ആശുപത്രിയിലും വരുന്നൊരു സ്ഥിതിയാണുള്ളത്. വ്യക്തിപരമായി ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അത് വിവിധ ഫോഴ്സുകളായിക്കൊള്ളട്ടെ, വിവിധ സർക്കാർ സംവിധാനം ആയിക്കൊള്ളട്ടെ, വിവിധ ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, സംഘങ്ങൾക്കും ഉത്തരവാദിത്തം നൽകുകയും ഉദ്യോഗസ്ഥർക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ചുമതല നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആരെന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണയുണ്ട്. ആരെന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണ നയിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. വലിയ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നമുക്ക് ഉണ്ടായ ദുരന്തം വളരെ ദുഃഖകരമാണ്. എന്നാൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ചെയ്ത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി സന്ദർശനം എങ്ങനെയാണ് നാളെ? മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിലൊരു പ്രധാന അജണ്ട തന്നെയായി ഇത് വെച്ചുകൊണ്ട് ഒരുപാട് സമയമെടുത്താണ് ഞങ്ങളിത് ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. അതിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ മന്ത്രിമാരും ഈ മാസത്തെ മന്ത്രിമാരുടെ വിഹിതം നൽകാൻ വേണ്ടി നിശ്ചയിച്ചു. ഓരോ വകുപ്പിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ചു. മുഖ്യമന്ത്രി രാവിലെ ഇവിടെ എത്തും. രാവിലെ ഇവിടെ എത്തി ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമായി ചേർന്ന യോഗം നടത്തും. അതിനുശേഷം സർവകക്ഷി യോഗം നടത്തും. മറ്റു കാര്യങ്ങൾ പരിശോധിക്കും. ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കും. അങ്ങനെ തുടക്കം മുതൽ ഇതിൽ ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഏകോപനത്തോടു കൂടി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ചെയ്തു പോകുന്ന രീതി തന്നെ തുടരും. അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ മുതൽ അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ നിലയിൽ കൊണ്ടുവരുന്നുണ്ട്. ലയങ്ങളെല്ലാം പൂർണ്ണമായി പരിശോധിക്കുകയാണ്. തൊഴിലാളി കേന്ദ്രങ്ങൾ, അതായത് പിന്നെ അവിടെയുള്ള ആ സ്ഥലങ്ങളെല്ലാം, തോട്ടങ്ങളെല്ലാം, റിസോർട്ടുകൾ, തോട്ടങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി പരിശോധിക്കുകയാണ്. മസ്റ്ററിംഗ് ലിസ്റ്റ് എടുക്കുന്നുണ്ട്. അന്യഭാഷാ തൊഴിലാളികളായതുകൊണ്ട് നമ്മുടെ കൊണ്ടുവരുന്ന പോയിന്റിലും ആശുപത്രിയിലും ക്യാമ്പിലും ഹിന്ദി ഫ്ലുവന്റായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളുടെ കൂടി സാന്നിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം തന്നെ ഇവിടേക്ക് വന്ന് ആ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സഹായകരമായ വിധത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അവരെ കൊണ്ടുവരാനും അവരുടെ ഭാഷ സംസാരിക്കാനും രാവിലെ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം. രാവിലെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ ദൌത്യസംഘം രക്ഷിക്കുന്ന അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു കൂട്ടം ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട വാഹനം, അവരെ എത്തിക്കേണ്ടിടത്തേക്കുള്ള വാഹനം എത്തിയപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കാണാനില്ല. അതുകൊണ്ട് ഭർത്താവ് വന്നിട്ട് കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അവരോട് കാര്യങ്ങൾ അഭ്യർത്ഥിച്ച് സംസാരിച്ചു. അവരതിനോട് സഹകരിച്ച് അവർ വാഹനത്തിൽ കയറി. അപ്പോൾ അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പ്രത്യേകം അഡ്രസ് ചെയ്യാൻ തന്നെ ഒരു സംവിധാനത്തെ ഒരുക്കുകയാണ്. ഇവരെ ഈ രക്ഷാദൌത്യത്തിന് കൊണ്ടുവന്ന് കൺട്രോൾ റൂമിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ പോലും ഒരു ഒഴിവ് വരരുതെന്നുള്ളതിൽ ഞങ്ങൾ ഇന്ന് രാവിലെ മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചു. അവിടെ ഒരു പ്രത്യേക ആളുകളെ വെക്കണം. അത് ഞങ്ങൾ ഫീൽഡ് എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്നതാണ്. ഫീൽഡിലും ഞങ്ങൾ ഇടപെടുന്ന ഘട്ടത്തിൽ എവിടെയാണോ പ്രത്യേകം മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു, ഹിന്ദി ഭാഷ അറിയുന്ന ഒരാൾ നിൽക്കുന്നു. ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് ഇവരോട് സംസാരിക്കുന്നു. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും മരുന്നോ മറ്റാവശ്യങ്ങളോ വേണമെങ്കിൽ അത് നിറവേറ്റാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നിറവേറ്റാനോ പറ്റുന്നത്. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് പരിശോധിച്ച് ഇടപെടുന്ന സ്ഥിതിയാണ് പൊതുവെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ളവരും എല്ലാ നിലയിലും അവര് നമ്മുടെ അതിഥികളാണ്. ആ നിലയിൽ കണ്ടുകൊണ്ടാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാ ശ്രമവും നടത്തുന്നത്. അവർക്കൊരു പോരായ്മ ഉണ്ടാവരുത്. നമ്മൾ ഏതെങ്കിലും
നമ്മുടെ സംസ്ഥാനത്തുള്ളവരെ മാത്രം ശ്രദ്ധിക്കുന്നവരല്ല. നമ്മൾ എല്ലാവരും മനുഷ്യരായി കാണുന്നവരാണ്. ആ നിലയിൽ അതിന് പ്രത്യേക സംവിധാനം, ഇപ്പൊ ഈ ക്യാമ്പിൽ തന്നെ അതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ആ ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്.